സദ്യവട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഓണക്കാലത്ത് നമുക്ക് ഒട്ടും മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നാണ് അച്ചാറുകൾ അല്ലേ. അപ്പോൾ ഈ ഓണത്തിന് നമ്മളിവിടെ ഇഞ്ചി, നാരങ്ങ, മാങ്ങ കുറച്ച് അച്ചാർ ഐറ്റംസ് കാണാമെന്ന് വിചാരിക്കുന്നു. അത്തം 10-ന് പൊന്നോണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ലിൻഡയാണ്. ലിൻഡ അപ്പോൾ നമുക്ക് ചോദിക്കാം എന്താണ് നമുക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരാൻ പോകുന്നത്. നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈലൊരു അച്ചാറല്ല അല്ലേ? അല്ല, നമ്മള് പത്തനംതിട്ട കൂടുതൽ മിക്ക ആൾക്കാരും ഇഞ്ചി അച്ചാർ ഉണ്ടാക്കുന്നത് അല്ല, ഇഞ്ചി കറി ഉണ്ടാക്കുന്നത് പല സ്റ്റൈലായിട്ട് ഉണ്ടാക്കുന്നത്. ഒന്ന് തേങ്ങ ആയിട്ട് ഉണ്ടാക്കാറുണ്ട്, തേങ്ങ വറുത്തരച്ച് ഉണ്ടാക്കാറുണ്ട്, വറുക്കാതെയും ചെയ്യാറുണ്ട്, പുളി മധുരം അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ തേങ്ങ അരച്ചുള്ള ഇഞ്ചിക്കറിയാണ്. അപ്പോൾ ഇഞ്ചിക്കറി നമുക്ക് നാരങ്ങ അതിന് ശേഷം മാങ്ങ അതിന് ശേഷം. അപ്പൊ ഇഞ്ചിക്കറിക്ക് എന്തൊക്കെയാണ് നമുക്ക്? ഇഞ്ചിക്കറിക്ക് ആദ്യം വേണ്ടത് 250 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് നമ്മൾ. ഇഞ്ചി, നാടൻ വെളിച്ചെണ്ണ, ചെറുള്ളി, വെളുത്തുള്ളിയൊക്കെ ഒരു ഒത്തിരി ഒന്നും വേണ്ട, ആവശ്യത്തിന് ഒരു അല്ലി മതിയാവും. ആവശ്യത്തിന് മാത്രം. ഇപ്പൊ ഇതിലിപ്പോ ഇത്ര ഉണ്ടെങ്കിൽ പോലും ആവശ്യത്തിന് മാത്രം വെളുത്തുള്ളി യൂസ് ചെയ്താൽ മതി. പിന്നെ മുളക് പൊടി, പച്ചമുളകിന്റെ എരിയാണ് നമുക്ക് മുളക് പൊടിയെക്കാട്ടി കൂടുതൽ വേണ്ടുന്നത്. പച്ചമുളകിന്റെ ഒരു എരിയാണ് നമുക്ക് കൂടുതൽ വേണ്ടുന്നത് ഇതിനകത്ത്, ഇഞ്ചിക്കറിക്കകത്ത് അതിന് വേണ്ടുന്നത്. ഒരുപാടല്ല, എന്നാലും ചെറിയ തോതിലൊരു ഒരു ഇതായിട്ട് വേണ്ടുന്നത്, ബാലൻസ് ചെയ്യാൻ വേണ്ടി. പിന്നെ വേണ്ടുന്നത് പിഴുപുളിയാണ് വേണ്ടുന്നത്. പലരും ആവശ്യത്തിന് ഇത്ര ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പുളിയുടെ അനുസരിച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ചിലതിന് ഭയങ്കര പുളിയായിരിക്കാം, ചിലതിന് പുളി കുറവായിരിക്കാം. അങ്ങനെ പുളിയുടെ അനുസരിച്ച് അത് ആവശ്യത്തിനനുസരിച്ച് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. പിന്നെ നമ്മുടെ തേങ്ങ, ഇത് നമ്മൾ ഒരു കപ്പ്, ഇതിന് 250 ഗ്രാമിന് നമ്മൾ അരക്കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, അരമുറി തേങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഉപ്പ്, പിന്നെ കടുക്, പിന്നെ ശർക്കര ഇടാറുണ്ട്. പലരും ഇടാതും ചെയ്യാറുണ്ട്, ഇട്ടും ചെയ്യാറുണ്ട്. പുളിയുടെ അനുസരിച്ചും മധുരം വേണ്ടുന്ന കൂടുതലും. ചിലർക്ക് ഭയങ്കര മധുരമായിട്ട് നിൽക്കുന്ന ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ട്, ചിലർക്ക് ഇഷ്ടമല്ലാത്തവരുണ്ട്. അങ്ങനെ പല രീതിയിലും ടേസ്റ്റിന് അനുസരിച്ച് മാത്രം. പിന്നെ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചേർക്കണ്ട, പകുതി ചേർത്താൽ മതി. പിന്നെ വറ്റൽമുളക്, ഇത് നമ്മൾ താളിക്കാൻ വേണ്ടി വറ്റൽമുളകും കറിവേപ്പില എടുത്തിരിക്കും. ഈ തേങ്ങ പറഞ്ഞെങ്കിലും എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തിലൊരിതുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ ഇഞ്ചിക്കറിക്ക് തേങ്ങ കൊത്ത് അല്ലെ. അതും പലരും പല രീതിയിൽ തന്നെയാണ് ചെയ്യുന്നതെങ്കിലും അതിനൊരു ടേസ്റ്റ്, തേങ്ങ ഒന്ന് വറുത്തിടുമ്പോൾ അതൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നമുക്കൊരു വേറൊരു. ഞാൻ അങ്ങനെ ഇതുവരെ നമ്മളെ തിരുവനന്തപുരം സ്റ്റൈലായിരുന്നു ഞാൻ കണ്ടിട്ടില്ല തേങ്ങ. പത്തനംതിട്ട സ്റ്റൈൽ എങ്ങനെയാണ്? അതെ, പത്തനംതിട്ട സ്റ്റൈലാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത്, ഒത്തിരി ഡീപ്പ് ഫ്രൈ ആവണ്ട, എന്നാലും ഒരു പച്ച മണം ഒന്ന് മാറുന്ന രീതിയിൽ ഒന്ന് ഇതെടുക്കാം. ഇങ്ങനെ പാൻ ഒന്ന് ചൂടാവുന്നതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ചൂടാവണം, എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചിട്ട്. എണ്ണ എങ്ങനെയാണ് നമ്മള്? എനിക്ക് തോന്നുന്നു ചിലർ നല്ലെണ്ണ ഉപയോഗിക്കാറുണ്ട്. നമ്മളിപ്പോ നോർമൽ ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പലരും പല രീതിയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്, പക്ഷെ ടേസ്റ്റ് വ്യത്യാസം വരും ഇത് ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. നല്ലെണ്ണയിൽ യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. നമുക്ക് എണ്ണ കുറച്ച് ഒഴിച്ചെടുക്കാം. ഇത് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതൊന്ന് മാറ്റി വെക്കണം. മാറ്റി വെച്ചിട്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്ത്, അത് കഴിഞ്ഞ് വറുത്ത് അരക്കണം. നമ്മൾ നന്നായിട്ട് അരച്ച് അതിന്റെ കൂടെ പുളിയും പിഴിഞ്ഞൊഴിച്ച് അങ്ങനെയാണ് നമ്മൾ. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എങ്ങനെയാണ് പത്തനംതിട്ടത്തെ ഇപ്പം ഇഞ്ചി നമ്മൾ ഈ ഒരു വെറൈറ്റി ഉണ്ട്, അതല്ലാതെ അവിടെ എന്താണ് സ്പെഷ്യൽ ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സ്പെഷ്യലായിട്ട് അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും
സ്പെഷ്യൽ ഐറ്റംസ്? അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഇല്ല. കൂടുതലും ട്രിവാൻഡ്രംകാർക്കാണല്ലോ ഒരുപാട് ഐറ്റംസ് ട്രിവാൻഡ്രത്താണല്ലോ കൂടുതലും ഉള്ളത്. ചൂടായി നമുക്കിത് ഇട്ട് കൊടുക്കാമേ. 250 ഗ്രാമാണ് എടുത്തിട്ടുള്ളത് ഇഞ്ചി. അതിപ്പോൾ നന്നായിട്ടൊന്ന് മൂക്കണം, അതാണ് കണക്ക്. നല്ലൊരു ബ്രൗൺ കളർ വരണം, അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന്. ശരണ്യ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഇവ ഇവിടെ കിടന്ന് നിതിൻ പറഞ്ഞു വിട്ടാണെന്നാണ് പറയുന്നത്. ഉറുമ്പ്. എനിക്ക് സദ്യ കഴിക്കാൻ തോന്നുന്നു, എനിക്ക് സദ്യ കഴിക്കാൻ തോന്നുന്നു. ഇപ്പൊ നല്ല സ്മെല്ല്, ഇഞ്ചിയുടെ നല്ല സ്മെല്ല്. ഇത് അതാണ് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇത് മൂത്തിങ്ങനെ വരുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ അതൊക്കെ സ്മെല്ല് അടിക്കുമ്പോൾ തന്നെ എനിക്ക് സദ്യ കഴിക്കാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ അതുമല്ല, ഈ ഇഞ്ചിക്ക് ഒരു ഇതും കൂടെ ഉണ്ട്. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുള്ളതാണ്, എനിക്കത് എത്രത്തോളം ആണെന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മൾ ആദ്യം സദ്യവട്ടത്തിൽ ഇഞ്ചിയാണ് ആദ്യം വിളമ്പുന്നത്. പക്ഷെ അതിന് കാരണം എന്ന് പറയുന്നത്, ഇഞ്ചി നമ്മൾ നാവിൽ രുചിച്ച് കഴിഞ്ഞതിന് ശേഷം ഏത് ആഹാരം എന്തായിരുന്നാലും ഇപ്പൊ അതിന് ശേഷമുള്ള സാമ്പാറും കൂട്ടി ഊണായിരുന്നാലും കഴിച്ചാൽ നമ്മുടെ നാവിലുള്ള രുചികളുണ്ടല്ലോ അത് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. ഇഞ്ചി എനിക്ക് ഒട്ടും മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നുമാണ്. ശരിയാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, മിക്കവർക്കും പേടിയുള്ള ഒന്നും കൂടിയാണ് ഇഞ്ചിക്കറി വെക്കുക എന്നുള്ളൊരു സംഭവം. ഞാൻ വെച്ചാൽ ശരിയാകുവോ അല്ലാന്നുണ്ടെങ്കിൽ പാളിപ്പോവോ എന്തെങ്കിലും എന്നുള്ളൊരു ഡൗട്ടൊക്കെ മിക്കവർക്ക് വരുന്നൊരു കാര്യം. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇഞ്ചിക്കറി. ഇതിപ്പോ വിചാരിക്കും കുറച്ച് സൈസിന് കുറച്ച് വലിപ്പത്തിലാണ് എന്തെങ്കിലും. ഇത് നമുക്ക് ഇത് ഫ്രൈ ആയി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇത് കുറച്ച് ഫ്രൈ നൈസ് ആയിട്ട് വേണം അറിയാൻ വേണ്ടി. ഇത് അല്ല, ഇത് കുഴപ്പമില്ല. ഇത് ക്രഷ് ചെയ്ത് നമ്മൾ കുറച്ചുകൂടെ ബോയിൽ ആയി കഴിയുമ്പോൾ ഇത്തിരി എണ്ണയും കൂടെ വേണം. മതി മതി മതി. അതൊന്ന് ഫ്രൈ ആയി എടുക്കാൻ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഓരോ സൈസ് അനുസരിച്ചാണ് നമ്മള് എനിക്ക് നൈസായിട്ട് കുറച്ച് എണ്ണയെ തന്നെ നന്നായിട്ട് പെട്ടെന്ന് നമുക്കത് ഫ്രൈ മീൻസ് ഒരു ബ്രൗണിഷ് കളർ ആയിട്ട് നമുക്ക് കിട്ടും അല്ലേ. ഇതിപ്പോ നമ്മൾ കുറച്ച് സൈസ് ഇതായത് കൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടെ എണ്ണ അതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എണ്ണ കൂടുതൽ യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. ആക്ച്വലി എനിക്ക് തോന്നുന്നു കൂടുതൽ എണ്ണ യൂസ് ചെയ്യാതിരിക്കുന്നത് നല്ലതാണ്. അത് കുറച്ചുകൂടി നൈസായിട്ടും ഇതായിട്ടായിരുന്നു ഞാൻ. ഇതിന് മാത്രമേ എനിക്ക് തോന്നുന്നു വറക്കുന്നതിന് മാത്രമേ ഒരു ടൈം എടുക്കൂ. അത് മാത്രമേ ഉള്ളൂ, വേറെ വലിയ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ. പിന്നെ നമുക്കിനി തേങ്ങയും കൂടെ ഉണ്ടല്ലോ വറുത്ത്, ആ ഒരു പ്രോസസ്. അത് രണ്ടുമാണ് ഏറ്റവും. ഇതിപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, ഒന്നുകൂടെ ഒന്ന് ഇതാവണം. എനിക്ക് തോന്നുന്നു ആ ഒരു നല്ല ക്രിസ്പി ആയിട്ടാവണോ അതോ ചെറിയൊരു ഒരു പൊടിക്കുന്ന ഒരു, നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ചാൽ ഇങ്ങനെ പൊടിക്കുന്ന ഒരു. നമുക്ക് കാണാൻ പറ്റുന്ന നന്നായിട്ടൊന്ന് ഒരു ബ്രൗണിഷ് കളറിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് കളർ ഇതായി പോവണ്ട. അപ്പം നമ്മൾ ഇഞ്ചിക്കറിയുടെ കളറിന് ഒരു വ്യത്യാസം എടുത്തപ്പോഴത്തേക്ക് ഒരു വലിയ ബൗൾ ഉണ്ടായിരുന്നു. വരുമ്പോഴത്തേക്ക് ആ ബൗളിന്റെ താഴത്തിൽ കൊച്ചിതിലേ കാണത്തുള്ളൂ. അപ്പൊ അത് കണക്കാക്കി സദ്യക്ക് എത്ര ആളെന്ന് കണക്കാക്കി എടുക്കുക. ഒന്നുകൂടെ ഒന്ന് മൂത്തിട്ട് നമുക്ക് കോരി മാറ്റിയിട്ട് നമുക്ക് തേങ്ങ ഇതേ രീതിയിൽ തന്നെയാണ് തേങ്ങയായിട്ട്. നന്നായിട്ട് ഇത് മൂത്തില്ലെങ്കിൽ ഒരു പച്ച ടേസ്റ്റ് വരും. എന്തൊരു കൂടുതൽ ദിവസം ഇരിക്കത്തില്ല. ഒരു 7 ദിവസം വരെ തേങ്ങ ഇട്ടായാലും, വറുത്ത തേങ്ങയല്ലേ, തേങ്ങ ഇട്ടായാലും 7 ദിവസം വരെ. വെള്ളത്തിന്റെ അംശം ഒട്ടും ഇല്ലാതിരുന്ന നമ്മൾ തേങ്ങയും വെള്ളം ഇല്ലാതാണല്ലോ അരയ്ക്കുന്നത്. അധികം പുളിയുടെ വെള്ളം മാത്രമേ നമ്മൾ ഇതാവത്തുള്ളൂ.
ബാക്കി നമ്മൾ വെള്ളമേ ഒഴിക്കുന്നില്ല ഇതിനകത്ത്. ഈ ഓണത്തിനൊരു സ്പെഷ്യൽ ഇഞ്ചിക്കറി അല്ലേ, തേങ്ങയൊക്കെ ഇട്ട് തേങ്ങ കൊത്തൊക്കെ ഇട്ട് സ്പെഷ്യൽ. അതിന് ഹൈലൈറ്റ് തന്നെ എനിക്ക് തോന്നുന്നു തേങ്ങയാണ് ഇതില്. നമ്മളിതിപ്പോൾ കോരുവാണ്. ഇനി അത് പാകത്തിന് മൂത്തിട്ടുണ്ട്. നമുക്കിത് ഇതാണ് ഒരു കാണുന്നത്, ഇതാണൊരു കണക്കെന്ന് പറയുന്ന നല്ല ബ്രൗണിഷ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു കണക്കിലാണ് ചെയ്യേണ്ടത്. എണ്ണ ഇതാവാൻ വേണ്ടിയിട്ടും കൂടിയാണ് ടിഷ്യൂ ഇട്ടിട്ട് നമ്മൾ അതിലോട്ട് വെക്കുന്നത്. നമ്മൾ തീ ഓഫ് ചെയ്യേണ്ട കാര്യമില്ല. എന്നിട്ട് നമുക്ക് ഇനി ഈ തേങ്ങ കൊത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം. തേങ്ങ എനിക്ക് തോന്നുന്നു അങ്ങനെ എണ്ണയുടെ ആവശ്യമില്ല, അതിനകത്ത് അതിന് എണ്ണ ഉണ്ട്. അതൊന്ന് മാറ്റി വെച്ച് ഒന്ന് തണുക്കണം. തണുത്തിട്ട് മാത്രമേ പൊടിക്കാൻ ഇത് ചെയ്യാൻ പാടുള്ളൂ. നല്ല ചൂടുണ്ട്, നമുക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് ആ സമയം നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അപ്പോഴത്തേക്കും തേങ്ങ വറുക്കുകയും നമ്മൾ മാറ്റി നമ്മൾ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് തേങ്ങ കൊത്ത്. ഇതിപ്പോ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇത് ഇത്തിരി മതി. അത് ഒരു ചെറുതായിട്ടൊന്ന് കടിക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ മാത്രമായിട്ട് നമ്മൾ കുറച്ചൊരു തേങ്ങാക്കൊത്തിന്റെ ഇതെടുക്കുന്നു മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ആ ഒരു ഇതിന് നല്ല ബ്രൗൺ ഒരു ബ്രൗൺ കളർ ആവണം. അതൊരു ചെറുതായിട്ടൊന്ന് നമുക്ക് ഇത് കഴിച്ചു തരും. നമുക്ക് എന്തെങ്കിലും കടിക്കാനൊക്കെ ഉണ്ട്. വേറെ നമുക്ക് ബാക്കിയല്ല നമ്മൾ അരച്ചല്ലേ ഇടുന്നത്, അരച്ചിട്ടായിരുന്നു. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടി ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതില് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതില് മഞ്ഞപ്പൊടി ഇടുന്നത്, ചെറുതായിട്ട് ഇത്തിരി മഞ്ഞപ്പൊടി ഇടുന്നവരുണ്ട്, ഉപ്പിടുന്നവരുണ്ട്. അങ്ങനെ ആ ഒരു ടേസ്റ്റിന് വേണ്ടി ഇതൊരു ബ്രൗൺ കളർ ആയി വരുന്നുണ്ട്. ഞാനൊന്ന് ചുമ്മാ ഇങ്ങനെ നോയിക്കൊണ്ട് കുറച്ചു നേരം ഒന്ന് ഇളക്കിയും കൂടെ ഹെൽപ്പ് ചെയ്യും. മതിയായിരുന്നു, നമുക്കത് കോരിയെടുക്കാം. തീ ഓഫ് ചെയ്യാമേ നമുക്കങ്ങ്. നമ്മളിപ്പോ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് എടുത്തിട്ടുള്ളതാ. കൈ വീഴില്ല. അത് നമ്മളൊന്ന് കോരി അതും തണുക്കാനായിട്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഇതാക്കേണ്ട ആവശ്യമില്ല, ക്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല തേങ്ങ കൊത്തിൻ്റെത്. പക്ഷെ ബാക്കി നമ്മളിപ്പോ എടുത്തു വെച്ചത് നേരത്തെ നമ്മൾ മാറ്റി വെച്ച ഇഞ്ചിയും ഇനിയിപ്പോ നമുക്ക് തേങ്ങയാണ്. ഇനി നമ്മൾ തേങ്ങയാണ്. അപ്പൊ അതും ഒക്കെ കൂടെ നമുക്ക് ഈ പാനിൽ വേണ്ട. ഇനിയിപ്പോ ഈ പാൻ മാറ്റിയിട്ട് പാനിൽ അതിന് എണ്ണയുടെ ആവശ്യമില്ല. നമുക്ക് ഇതും കൂടെ നമുക്ക് മാറ്റി വെക്കാം. ഈ പാൻ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഇനി ഈ പാൻ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് അതിനകത്ത് നമുക്ക് ഇതിനകത്ത് കുറച്ച് എണ്ണയുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ലേശം ഒരു എണ്ണ മതി, ഒത്തിരി ഒന്നും വേണ്ട. പാൻ ഒന്ന് ഇതാവാൻ വേണ്ടി മാത്രം നമുക്ക് എണ്ണ മതി. ഇനി നമുക്കിത് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇത് നമ്മൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം നന്നായിട്ടല്ലേ, അല്ലെങ്കിൽ അത് അടി പിടിക്കാൻ സാധ്യതയുണ്ട്, കരിയാനും സാധ്യതയുണ്ട്. തീ കുറച്ച് ആയിട്ട് നമ്മൾ അത് ഇളക്കിക്കൊണ്ടിരിക്കണം. തീയും കുറച്ച് വെച്ചിട്ട് പെട്ടെന്ന്
അത് ഇപ്പൊ തന്നെ അത് ഇങ്ങനെ ഒന്ന് കളർ ഒന്ന് മാറി അല്ലെ, ഒരു ബ്രൗണിഷ് ഒരു ഇതിലേക്ക് ഇപ്പൊ കുറച്ച് സമയം കൊണ്ട് ഞാൻ നന്നായിട്ട് ഇതാവുന്നുണ്ട്. അതുപോലെ എനിക്കൊന്ന് ചിലര് ഇപ്പം എൻ്റെ വീട്ടിൽ ആക്ച്വലി ഈ ഇത് വറുക്കുന്ന സമയത്ത് എണ്ണ അങ്ങനെ യൂസ് ചെയ്യാറില്ല. കാരണം തേങ്ങയെന്ന് തന്നെ എണ്ണ വരുന്നുണ്ട്, എണ്ണ അങ്ങനെ യൂസ് ചെയ്യാതെയാണ് തേങ്ങ. ചില പാനിൻ്റെതും ഉണ്ട്, ചിലത് നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ അത്ര ഇത് വേണ്ടി വരില്ല, എണ്ണ ഒന്നുമില്ല. പക്ഷെ ഈ പാത്രത്തിന് ചകല എണ്ണ അടിയിൽ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ആ സമയത്ത് നിങ്ങൾക്ക് ഇപ്പം നോൺ സ്റ്റിക്ക് ആണ് ഉള്ളതെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് നോൺ സ്റ്റിക്ക് തന്നെയാണ്. എണ്ണ ഒഴിക്കാതെ തന്നെ എണ്ണ കുറച്ചുകൂടെ. നേരത്തെ നമ്മൾ മിക്കതിനും എനിക്ക് തോന്നുന്നു അച്ചാറുകൾക്ക് എണ്ണയാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം എണ്ണ യൂസ് ചെയ്യാതെ തന്നെ അത് വറുത്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതല്ല പാൻ ഇല്ലാത്തവര് ഇതുപോലെ സ്റ്റീൽ പാത്രങ്ങളിലോ ഏതാണുള്ളത് വെച്ചാൽ അതിന് പക്ഷെ കുറച്ച് എണ്ണ ഒഴിക്കണം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ അത് അടുക്കി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പത്തനംതിട്ടത്തെ ഓണാഘോഷമൊക്കെ എങ്ങനെയാണ്? അവിടുത്തെ ഓണാഘോഷങ്ങൾ തിരുവനന്തപുരക്കാർക്ക് പിന്നെ ഓണാഘോഷം എന്ന് പറയുമ്പോൾ ഫ്ലോട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര, ഞങ്ങളിവിടെ ലൈറ്റ് ഒക്കെ ഇട്ട് ഭയങ്കര അടിച്ചുപൊളി. നമ്മൾ വീടുകളിലാണ് കൂടുതലും, വീടുകളിൽ അടിച്ചുപൊളിച്ച് ബന്ധുക്കളും കാര്യങ്ങളൊക്കെ വന്ന് ആ വീട്ടിൽ തന്നെ ആയിരിക്കും. പിന്നെ കുടുംബ വീടുകളിലായിരിക്കും മിക്കവരും ഓണം ആഘോഷിക്കാറ്. ഇപ്പം എൻ്റെയൊക്കെ അമ്മ വീട്ടിലാണെങ്കിൽ അമ്മ വീട്ടിലായിരിക്കും മിക്കപ്പോഴും ഓണം ആഘോഷിക്കാറ്. അങ്ങനെ എല്ലാരും കൂടെ കൂടുമ്പോ ഒരു രസമാണല്ലോ. പക്ഷെ അതും ഇതാണ്, കാരണം ഇപ്പൊ ഉള്ളവർക്ക് പറ്റാത്തൊരു കാര്യം അതാണ്. കാരണം ഫാമിലി എല്ലാരും കൂടെ ഒത്തൊരുമിച്ചിരുന്ന്, മിക്കവാറും ഇപ്പൊ പ്രൈവറ്റ് ജോലിയും കാര്യങ്ങളും ഒക്കെ ആണല്ലോ, അപ്പം ലീവില്ല. അതുപോലെ എല്ലാരും ഇപ്പൊ ടിവിയുടെ ഫ്രണ്ടിലുള്ളൊരു സംഭവമാണ്. ഇപ്പം ഇൻസ്റ്റന്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കിട്ടുമല്ലോ. സാമ്പാറിന്റെ ഇതായാലും പായസമായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കണ്ട. മലക്കറി വാങ്ങിച്ച മുമ്പ് എല്ലാരുമായിട്ട് ഇരുന്നൊരു അരിയലും കാര്യങ്ങളും. പക്ഷെ ഇപ്പൊ അതില്ല. അതൊരു രസമാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് വാങ്ങിക്കുക, അവിയലുണ്ടാക്കുക, സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു മുറിച്ച് അളവും കോലും ആക്കി വെച്ചിട്ടുണ്ടല്ല. ആ ഒരു മണം വരുന്നുണ്ടല്ലോ, ഇതിങ്ങനെ മൂത്ത് വരുന്നതിന്റെ ഒരു മണം നന്നായിട്ട് വരുന്നുണ്ട്. ഒന്നുകൂടെ ബ്രൗൺ, നന്നായിട്ടൊന്ന് ബ്രൗൺ ആവണം നമുക്ക്. കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ബ്രൗണിഷ് ഒരു ഇതിലേക്ക് വരണം. അത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കൊച്ചുള്ളിയും കൂടെ ഇതൊന്ന് മൂത്തതിന് ശേഷം ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അടി പിടിക്കാളോ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് കുറെ ഇങ്ങനെ മൂത്ത് ഇതായിട്ട് വരുമ്പോഴത്തേക്ക് പിടിക്കത്തില്ല. നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരുന്നാൽ മാത്രം മതി. വിട്ടു വരുന്നുണ്ട് എല്ലാം. ഇടുന്ന പോലെ അല്ലല്ലോ, കുറച്ചുകൂടെ ഒന്ന് ചൂടായി ഇതായിട്ട് വരുവാണ്. ഒരു കിലികില സൗണ്ട് കേൾക്കണം. കിലികില സൗണ്ട് കേൾക്കുന്നതായിരിക്കും. കിലികില സൗണ്ടാണ് അതിന്റെ കണക്ക്. അപ്പൊ തന്നെ ഒരു ചെറിയൊരു കിലികിലാന്ന് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അതെ അതെ. ഇത് കറക്റ്റ് ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്തോ. ഇനി നമുക്ക് ആ ഒരു ചൂടില് കുറച്ചു നേരം ഒന്ന് ഇളക്കി കഴിയുമ്പോൾ അതൊന്ന് കറക്റ്റ് ആ ഒരു ഇതായിട്ടാവും. ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ അതിലൊരു കരിഞ്ഞ ടേസ്റ്റും വരാൻ സാധ്യതയുണ്ട്. തേങ്ങ കരിഞ്ഞൊരു ടേസ്റ്റ്. ഇപ്പൊ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അതൊന്നും തന്നെ ആ ഒരു ഓയിലിന്റെ ആ ഒരു ഇതുമല്ല. നമ്മൾ നേരത്തെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ഇതൊന്നും തന്നെ ഓയിൽ നന്നായിട്ട് ഇതാകുന്നുണ്ട്. നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു മണവും ഉണ്ട്. കറക്റ്റ് ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതിപ്പോ നല്ലൊരു നേരത്തെ പറഞ്ഞ കിലികില സൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടല്ലേ. നമുക്ക് ആ ഇതിന്റെ ഒരു ചൂടുണ്ട്, പാനിന്റെ ഒരു ചൂടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും തന്നെ ഇതിനകത്ത് തന്നെ ചേർക്കാം. പറഞ്ഞ പോലെ തന്നെ പച്ചമുളകിനാണ് ഇതിന്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് മുളക് ചേർക്കുന്നില്ല. കുറച്ചൊരു ആവശ്യത്തിന് മാത്രം മല്ലിപ്പൊടി കൂടി ചേർക്കുക. മല്ലിപ്പൊടി എങ്ങനെയാണ് മുളക് പൊടിയെക്കാട്ടും കൂടുതലെന്നാണോ? കുറച്ച് മതി, രണ്ട് സമാസമമായിട്ട് തന്നെ എടുത്താൽ മതി. കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രം എടുത്താൽ മതി. ഇതിപ്പോൾ നല്ല ഒരു കളർ എത്തിയിട്ടുണ്ട്. നമുക്ക് ആ മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം ചേർത്തതിൻ്റെ ഒരു
ഇതും കൂടെ വന്നിട്ടുണ്ട് നമുക്ക്. അത് നന്നായിട്ട് ചൂടിൽ തന്നെ നമ്മളിപ്പോ തീ ഓഫ് ചെയ്തേക്കാണ്. ഓഫ് ചെയ്തിട്ട് ആ ഒരു ചൂടിൽ തന്നെ നമുക്ക് ആ ഒരു അത്രയും പാനിന്റെ ഒരു ചൂട് കാണുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ തീ ഇടുന്ന സമയത്താണെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതിപ്പോ തീ ഓഫ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു ചൂടിന്റെ ഇതിലാണ് നമ്മൾ നന്നായിട്ട് ഇളയിക്കൊണ്ട്. അപ്പൊ എനിക്ക് മൂത്തു നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ കൂടെ നമുക്ക് ഈ കൊച്ചുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാൻ വേണ്ടി. അതായത് ഇത് ഒരു തുള്ളി പോലും വെള്ളം നമ്മൾ, കാരണം കൂടുതൽ ദിവസം അച്ചാറുകൾക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, നമ്മൾ കൂടുതൽ ദിവസം അത് നിൽക്കണം, കൂടുതൽ ദിവസം നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം നമുക്ക് അപ്പോഴത്തേക്ക് ഈ പുളി ഒന്ന് ഇതാക്കാം. വെള്ളം പകുതി പുളി എടുത്താൽ മതി. അത് പുളിയുടെ ഓരോരുത്തർക്കും ഓരോ പുളിയുടെ അനുസരിച്ച്, ഒരുപാട് പുളിയുള്ളതാണെങ്കിൽ കുറച്ച് മതി. ഒരുപാട് എനിക്ക് തോന്നുന്നു ഈ ഒരു അളവിനാണ്. ആ ഒരു അളവിന് എടുത്താൽ മതി. ഇത്രയും ക്വാണ്ടിറ്റിയിൽ നെല്ലിക്ക വലിപ്പം ഇല്ല, വളരെ കുറച്ച് ഇത് മാത്രമേ നമ്മൾ പുളി എടുക്കുന്നുള്ളൂ. നമുക്കിത് വെള്ളം ഒഴിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കാം. എന്നിട്ട് ഇത്തിരി ഉപ്പും കൂടി ഇതിനകത്ത് ഇട്ടോ. ശകലം പിന്നെ അളവുണ്ടോ? നമ്മള് കൈ കൊണ്ട് ഇത്തിരി ഇട്ടാൽ മതി. ഞാൻ ഉപ്പിട്ടിട്ട് കൂടി പോവും. അല്ല, ഇത് ജസ്റ്റ് ഒരു ഇതിന് ഇറങ്ങാൻ വേണ്ടി മാത്രമേ ഇടുന്നുള്ളൂ. പുളിയിലൂടെ തന്നെ നമ്മളിപ്പോ ശകലം ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മളൊന്ന് ഇതാക്കി വെക്കുന്നു മാത്രമേ ഉള്ളൂ അതിനെ. അപ്പോഴത്തേക്ക് നമുക്കിത് അരച്ചിട്ട് സെറ്റ് ചെയ്യാം. നമുക്ക് മാറ്റി വെക്കാം. പുളിയുടെ ആ ഒരു ഇത് ഇറങ്ങാൻ വേണ്ടി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമുക്കിതൊന്ന് അരച്ച് അപ്പോഴത്തേക്ക് നമുക്കിതൊന്ന് ആഡ് ചെയ്ത് ചെയ്യാം. ഇതിപ്പോ എനിക്കൊന്ന് മൂത്തു തോന്നുന്നു. അപ്പൊ ഇത് മാറ്റിയിട്ട് നമുക്ക് അടുത്ത ഒരു ഇതായിട്ട് വേണ്ട, ഒന്നിച്ച് തന്നെ ഇടാം. വേറെ ഇതൊന്നുമില്ല, നമുക്ക് ഒന്നിച്ച് തന്നെ ഇത് ചെയ്യാം. ഒന്നിച്ച് തന്നെ ഇട്ടിട്ട് ഇനി നമുക്ക് വീണ്ടും അടുപ്പ് കത്തിച്ചിട്ട് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാമേ. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി 2 അല്ലി എടുത്താൽ മതിയാകും. അതിന്റെ കൂടെ നമുക്ക് പച്ചമുളകും കൂടെ, ഒരു പച്ചമുളക് മതി. ഒരെണ്ണം ഒരു ചെറിയൊരു പച്ചമുളക് മാത്രം എടുത്താൽ മതി. നമ്മള് ചെറിയൊരു പച്ചമുളക് മാത്രം എടുത്താൽ മതി. അതിന്റെ വെളുത്തുള്ളി നമ്മൾ അരിയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തിട്ട് ക്രഷ് ചെയ്ത് വരുന്നത് കൊണ്ടാണ് പിന്നെ അരിയാതെ. ഇപ്പൊ നമ്മൾ ഇട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ 2 അല്ലി അല്ലേ? 2 അല്ലി വെളുത്തുള്ളി മാത്രം നമ്മൾ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾ ഇത്ര തന്നെ ഇങ്ങനെ എടുത്തു വെക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമാണ്. നമ്മൾ പിന്നെ ഇങ്ങനെ കൂടുതലായിട്ട് ചെയ്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഉള്ളിയൊക്കെ പെട്ടെന്ന് അതിൻ്റെ കൂടെ അങ്ങ് വാടി അതിൻ്റെ ഒരു ഫ്ലേവർ അതിൻ്റെ കൂടെ അങ്ങനെ അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറണം. ചെറിയൊരു വാടി കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് അതൊന്ന് മൂത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് തണുത്തിട്ട് വേണം കൃഷി ചെയ്യാൻ. നന്നായിട്ടൊന്ന് മഷി പോലെ അരയണോ? എങ്ങനെയാണ് അതിന്റെ ആ ഒരു ഒത്തിരി ജസ്റ്റ് ഒന്ന് അരഞ്ഞ് നന്നായിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി. വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാനെ കൊണ്ട്. അത് ഈ ഉള്ളിയുടെയും ഇവിടെ കൂടെ വെള്ളം ഇതിനകത്ത് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ നമുക്കപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് അരയ്ക്കാം. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. കൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതാണ് നമ്മൾ അരച്ചേക്കുന്നത്. ഇപ്പം നമ്മൾ തേങ്ങയും ഉള്ളിയും അതുപോലെ പച്ചമുളകും മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം കൂടെ നമ്മളിട്ട് മൂപ്പിച്ച് അതിൻ്റെ കൂടെ 2 വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. വെള്ളം ചേർക്കാതാണ് നമ്മൾ അരച്ചേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി പൊടി ഇത് ചെയ്ത് വെച്ചിരുന്നത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ പ്രോസസ്സിലേക്ക് കിടക്കാം. നമുക്ക് നേരത്തെ ഇഞ്ചി വറുത്ത എണ്ണ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ താളിക്കാനെ കൊണ്ട് എടുക്കുന്നത്. കടുക് എടുക്കാം. കുറച്ച് കടുക് നമുക്ക് കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി നമുക്ക് ചെറുള്ളി പൊട്ടിയ ശേഷം ചെറുള്ളി ഇട്ട് കൊടുക്കാമേ. നന്നായിട്ട് കടുക് പൊട്ടിയതിന് ശേഷം ചെറുള്ളിയും കൂടെ പൊട്ടുമ്പോൾ ദേഹത്ത് തെറിക്കാതെ നോക്കുക.
നമുക്ക് ഈ കൂട്ടത്തിൽ തന്നെയാണോ വറ്റൽമുളകും? ഇതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് വറ്റൽമുളകും ചേർത്ത്. വറ്റൽമുളക് എത്ര എണ്ണമാണ് അതിന്റെ വരുന്നത്? ഒരു 3-4 എണ്ണം എടുത്തോ. മുറിച്ച് വറ്റൽമുളക് അപ്പൊ നമ്മളൊരു 3 എണ്ണം മുറിച്ചിടണം. ജസ്റ്റ് ഒന്ന് അത് കൊടുത്താൽ മാത്രം മതി. അതൊന്ന് മൂക്കട്ടെ. അപ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂക്കണം. ആ ഒരു ഇതിന്റെ ഒരു പച്ച മണം മാറണം. നമ്മളിപ്പോ ഫൈനൽ പ്രോസസിങ്ങിലോട്ടാണ് നടത്തുന്നത്. ഇനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മള് ഇനിയിപ്പോ എനിക്ക് ഒന്ന് ഇടാനായിട്ടുള്ള നമ്മള് കറിവേപ്പില ഇടുക, താളിക്കുന്നതല്ലേ അല്ലേ? താളിക്കുന്നതിന് പുളിവെള്ളം ഒഴിക്കണം. പുളിവെള്ളം എനിക്ക് ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മള് പുളി ഇവിടെ നേരത്തെ നന്നായിട്ട് ഇതിന്റെ പ്രധാനം എന്ന് വെച്ചാൽ വെച്ചിട്ടുണ്ടായിരുന്നു. പുളിവെള്ളത്തിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രധാനം എന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റിലെ ഉപ്പിടത്തുള്ളൂ. എല്ലാം ഇതായതിനു ശേഷം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ ഉപ്പിടത്തുള്ളൂ. വേറൊന്നിനും നമ്മൾ അധികം ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ. പുളിവെള്ളത്തിൽ മാത്രം ഒരു പുളി ഇറങ്ങാൻ വേണ്ടി മാത്രം നമ്മൾ ഇത്തിരി ഉപ്പ് ചേർത്തിട്ടുള്ളൂ. സാധാരണ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ അവസാനമാണ് താളിച്ച്. ഇത് കൂട്ടത്തിൽ ഇതിന്റെ അതിൽ എണ്ണ തെളിഞ്ഞു വരണം. ഇതിന്റെ കൂടെ കിടന്ന് എല്ലാം മിക്സായി എണ്ണ തെളിയണം. ഇതിൽ നമ്മളിപ്പോൾ ആദ്യമേ അതായത് ഇത് ചെയ്യാൻ തുടങ്ങുന്ന എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അതിന് മുമ്പായിട്ട് തന്നെ താളിക്കൽ പ്രോസസ്സാണ് നമ്മൾ ആദ്യം നടത്തുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള അരച്ച് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ചേർക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് നിങ്ങൾ ഇപ്പോൾ നമ്മൾ ആ ഇഞ്ചി മൂപ്പിച്ചതിൽ തന്നെ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് കൂടെ നമ്മൾ നേരത്തെ ഇഞ്ചി മൂപ്പിക്കാനായിട്ട് നമ്മൾ ആദ്യം എണ്ണ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ വീണ്ടും താളിക്കുന്നതിനായിട്ടും ഫൈനൽ ഒരു പ്രോസസ്സ് നടത്തുന്നതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അത് തന്നെയാണ്. ഒന്ന് മൂക്കട്ടെ. ഒന്നുകൂടി ബ്രൗൺ കളറായി വേണം. ഇതൊക്കെ നമ്മളിട്ട ഉള്ളി എല്ലാം നന്നായിട്ട് ഇതായി വരുന്നുണ്ട്. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പം നമ്മൾ തീ കുറച്ചതിന് ശേഷം നമുക്ക് ഓരോന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് കുറച്ച് കറിവേപ്പില മതിയല്ലേ? കറിവേപ്പില എനിക്ക് തോന്നുന്നു നന്നായിട്ടൊന്ന് മുറിച്ചിടണം. അപ്പൊ കറിവേപ്പിലയും കൂടി ഇട്ടപ്പോൾ നല്ല ഒരു മണം വരുന്നുണ്ട് നന്നായിട്ട്. ഇനി നമ്മൾ തേങ്ങ ഇത് ഇടുവാണ്. തേങ്ങയും നമ്മൾ നേരത്തെ പറഞ്ഞു, തേങ്ങയും ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ നമ്മൾ നേരത്തെ ഒന്ന് മൂപ്പിച്ച് നമ്മൾ അരച്ചെടുത്തതാണ് നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ടുള്ളത്. ഇതിനുശേഷം നമുക്ക് ഉടനെ തന്നെ നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. നമ്മൾ ആവശ്യത്തിന് മാത്രം പുളിവെള്ളം ഒഴിച്ചാൽ മതി. തവിയെന്നെടുക്കും. ആവശ്യത്തിന് മാത്രം നമ്മൾ പുളിവെള്ളം ഒഴിക്കുക. ഒന്ന് ഇളക്കാം. നന്നായിട്ട് ഇളക്കി പുളിവെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാനാണ് ഇളക്കുന്നത്.
ഇതൊന്ന് പുളിയും കൂടെ ചേർത്തൊന്ന് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഈ മെയിൻ ഐറ്റമായി ഇഞ്ചി ഇടാം. ആദ്യം തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചിയായിരുന്നു മൂപ്പിച്ചത്. അതിപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരയ്ക്കുമ്പോൾ എനിക്കൊന്ന് 250 ഞാൻ നേരത്തെ ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൂപ്പിച്ച് കഴിയുമ്പോൾ കുറച്ചേ കാണത്തുള്ളൂ. പൊടിച്ചും കൂടെ വരുമ്പോൾ പിന്നെ ഒട്ടും കാണില്ല, കുറച്ചേ ഉള്ളൂ. ഇനി നമുക്ക് ശകലം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. മതിയാവും. ഒന്നത് മൂത്ത് ഒരു ചെറുതായിട്ടൊന്ന് വേവാനൊരു കൊണ്ടൊരു കണക്കിന്. ഇനി നമുക്കിത് കുറുകാനെ കൊണ്ട് നന്നായിട്ട് വെന്ത് ഇതിനകത്തിലെ എണ്ണ തെളിയണം, തെളിഞ്ഞു വരണം. അതാണ് കണക്ക്. നമ്മളിപ്പോ ഇതിൽ എണ്ണയൊക്കെ വളരെ എനിക്കൊന്ന് കുറച്ചാണ് യൂസ്. ഒരുപാട് ആ വറുത്ത എണ്ണ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഒരുപാട് എണ്ണയും ഇതൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ നമ്മളിപ്പോൾ ഒഴിച്ചതുപോലെ വെള്ളത്തിന്റെ ആവശ്യമാണ് വരാറുള്ളത്. കാരണം അത് എണ്ണയിൽ തന്നെ നന്നായിട്ട് കിടന്നിടാവും. നമ്മൾ എണ്ണ ഇപ്പൊ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് കുറച്ചൊന്ന് വേവാനായിട്ട് വെള്ളം കൂടെ ശകലം പുളിവെള്ളം അതൊന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഇത്ര നേരം ഉപ്പിട്ടില്ലായിരുന്നു, ഇനി നമുക്ക് ഉപ്പ് വന്നിട്ട് കൊടുക്കാം. ഉപ്പ് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ശർക്കര. ശർക്കര ലാസ്റ്റ് ആണ് ചേർക്കുന്നത്. പാകത്തിന് ഉപ്പ് നമ്മള് പുളിവെള്ളത്തിൽ നമ്മള് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതെ, ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം ഇനി ഉപ്പിട്ട് കൊടുക്കാൻ. നല്ലൊരു തിക്കായിട്ട് വരുന്നുണ്ട്. അത് നന്നായിട്ട് തിക്കായി എണ്ണ തെളിഞ്ഞ് നന്നായിട്ട് എണ്ണ 4 സൈഡ് എണ്ണ ഇതാവണം. എണ്ണ കൂടുതൽ പാകം എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് ശർക്കര ഒന്ന് തിളച്ച് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് ഇതായതിനു ശേഷം അപ്പൊ നമുക്ക് ആ ശർക്കരയും കൂടെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഒന്നുകൂടെ ഒന്ന് മതി. അത് ഇഷ്ടമുള്ളവർക്ക് അനുസരിച്ച് മധുരത്തിനനുസരിച്ച് അവര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ചുകൂടെ നല്ലത് ശർക്കര തന്നെയായിരിക്കും. അതും ഒരു വേണമെങ്കിൽ മാത്രം ഒരു ശകലം ചേർത്താണ്. ഉപ്പുണ്ടോന്നൊന്ന് നമുക്ക് നോക്കാം. ഞാനാണ് ആദ്യം പരീക്ഷണം എങ്ങനെയാണെന്നുള്ളത്. ചൂട് ഞാൻ തന്നെ ഇവിടെ കുറച്ചും കൂടെ ഉപ്പിടാൻ തോന്നുന്നു. ഇതില് ഫ്രണ്ടിലോട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞത് പുളി തന്നെയാണല്ലേ. ആ പുളിയുടെ ഒരു ടേസ്റ്റും അതുപോലെ ആ തേങ്ങയുടെ ഇതുമൊക്കെ ഒരു എനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണ കൂടുതൽ പേര് തേങ്ങ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷെ അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ആ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ആ പുളി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും. ഉപ്പിന്റെ ഒരു കുറവുണ്ട്, അപ്പൊ അതുകൊണ്ടാണ് പുളി. ഉപ്പ് തപ്പുവാണ്, എവിടെയാണ് ഉപ്പ്? ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഇറക്കുമ്പോഴാണ് തേങ്ങാക്കൊത്ത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ഇഞ്ചി അപ്പൊ റെഡി ആയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഇതിങ്ങനെ വിട്ട് വിട്ട് വരണം. വെള്ളം വറ്റി ഒഴുകിപ്പോകാൻ പാടില്ല. നമ്മള് ഇഞ്ചി ഇരിക്കുന്നത് ഉള്ളൂ, ഒഴുകിപ്പോകാൻ പാടില്ല. ഇപ്പൊ എണ്ണയൊക്കെ നന്നായിട്ട് തെളിയുന്നുണ്ട്. സൈഡിൽ നിന്നൊക്കെ എണ്ണ നന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞു വരും. അതാണ് അതിന്റെ കണക്കെന്ന് പറയുന്നത്. തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് അതൊന്ന് ഇതെല്ലാവർക്കും വിഷം ഇങ്ങനെ നിൽക്കും. ഇഞ്ചിയും കണ്ട് ഇന്നിപ്പോ ഞങ്ങൾക്ക് ഇഞ്ചി സദ്യയായിട്ട് അല്ലേ, ഇന്നത്തെ ഞങ്ങളെ സദ്യവട്ടത്തിലുണ്ട് ഇഞ്ചി. ബാക്കി ഞങ്ങൾക്ക് ഇതും കൂടെ ഉണ്ട്. അതും പത്തനംതിട്ടയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള രീതിക്കായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്തത്. ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ വിട്ട് വരുന്ന ഒരു ഇതിലായിട്ട് ഒഴുകി പോകാതെ ഇങ്ങനെ വിട്ട് വരുന്ന രീതി.
നമ്മൾ ഈ ടൈമിനാണോ ഈ ഇതിടുന്നത്, തേങ്ങാക്കൊത്തിടുന്ന? തേങ്ങാക്കൊത്ത് നമ്മൾ ഇറക്കി വെച്ചതിന് ശേഷം അതിന് മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യും. നമുക്കൊന്ന് കടിക്കണം, അതാണ് അതിൻ്റെ കണക്ക്. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ ഇഞ്ചിക്കറി സെറ്റായിരിക്കുകയാണ്. ഇപ്പം നന്നായിട്ട് കുറുകി സെറ്റായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. നല്ല സൂപ്പർ ഒരു ഇഞ്ചിക്കറിയാണ്. പറഞ്ഞോളൂ. ഇനി നമുക്ക് ലാസ്റ്റ് ഇതും തേങ്ങയും കൂടി ഇട്ട് നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുന്ന ജസ്റ്റ് ഒരു ഇട്ടേക്കാം. തേങ്ങ കൊത്തും കൂടെ നമ്മൾ അതിൻ്റെ ഇടയിൽ നമുക്ക് 2-3 കറിവേപ്പിലയും കൂടെ വെച്ച് കുഴപ്പമില്ല. നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് ഗാർണിഷ് ചെയ്ത് എടുക്കുന്നുണ്ട് അതിൻ്റെ. യോഗനാഥൻ ന്യൂസിൻ്റെ സദ്യവട്ടത്തിലെ ആദ്യത്തെ വിഭവം ഇവിടെ തയ്യാറായിട്ടുണ്ട്. പത്തനംതിട്ടയുടെ ഇഞ്ചിക്കറി അല്ലേ? അത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു തന്നെയാണ്. കാരണം പുളിയിഞ്ചി നമ്മൾ പലയിടത്തും പറയാറുണ്ട് പുളിയിഞ്ചി. ഇതിൽ എനിക്ക് തോന്നുന്നു പുളിയുടെയും ആ ഒരു ടേസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇഞ്ചിയുടെ ഉണ്ട്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് ഞാൻ നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ആ തേങ്ങാക്കൊത്തും ഇഞ്ചിയും അതുപോലെ തന്നെ എന്താ പറയാ പുളിയുടെ ആ ഒരു ടേസ്റ്റും ഒക്കെ വളരെ എന്ത് പറയാ വളരെ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. കാരണം ഞാൻ ഇതുവരെ നമ്മൾ നോർമലി വീട്ടിലുണ്ടാക്കുന്ന ഒരു ഇതുണ്ട്, ഇഞ്ചി മിക്കവരും പൊടിക്കാറില്ല, അല്ലാന്നുണ്ടെങ്കിൽ അതിനൊന്ന് വറുക്കാറില്ല. ഇതാ എണ്ണയെ കിടന്നിട്ട് ഇഞ്ചി ആയിരുന്നാലും തേങ്ങ ആയിരുന്നാലും എല്ലാം വറുത്ത് അതിനെ പൊടിച്ച് ചെയ്യുന്നതിന്റെ ആ ഒരു അതിന്റെ ഒരു ടേസ്റ്റ് വേറെ സ്പെഷ്യൽ ഒരു ടേസ്റ്റ് ആണ്. പത്തനംതിട്ടയുടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് ഈ പാത്രത്തിൽ തന്നെ ഉണ്ട് നന്നായിട്ട് നമുക്കിത് നോക്കുമ്പോഴത്തേക്കാണ് മനസ്സിലാവും നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ട്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം. ഓണത്തിന് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടൊരു ഐറ്റം ആണ്, മറക്കാതെ എല്ലാരും ഉണ്ടാക്കി നോക്കാം. വേറെ വേറെ സ്റ്റൈലാണ് ഓരോരുത്തരും ഉണ്ടാക്കുന്നതെങ്കിലും അവരുടേതായ രീതിയിൽ നമ്മൾ ഇതും കൂടെ ചേർത്ത് ഇത്തവണ സ്പെഷ്യലായിട്ട് നമ്മുടെ ഇതായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഓണാശംസകൾ.